നമ്മോടൊപ്പം ഇപ്പോൾ തെന്മല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. സർ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സർ, അതായത് ഇപ്പോൾ ഈ അവിടുത്തെ റിപ്പോർട്ടർ പറഞ്ഞ പ്രകാരം ഈ സ്ഥലത്ത് ഇപ്പോൾ 3 തവണയായി വർഷങ്ങളായിട്ട് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണെന്ന് അറിയുന്നു. അപ്പോൾ ഈ വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ ഉണങ്ങി അതുകൊണ്ടുണ്ടാകുന്ന അതിൽ തീപടർന്നുണ്ടാകുന്ന തീപിടുത്തം തന്നെയാണോ ഇത്? അതുകൊണ്ടുണ്ടാകുന്ന തീപിടുത്തമാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ 3 പൊന്നൂരും പത്തനാപുരം കൊട്ടാരക്കര അടക്കമുള്ള ഫയർഫോഴ്സ് ടീമുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ ഉണ്ട്. ഞങ്ങളും സംഭവ സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ പറഞ്ഞോളൂ. അല്ലെ, ലാർക്കിലേക്ക് വണ്ടികൾ കയറി പോവുകയാണ്. ഇപ്പോൾ വന്ന വണ്ടികളെല്ലാം തന്നെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? മേലിൽ, അതായത് ഇവിടെ തെന്മല ഒരു ഒറ്റക്കൽ ഭാഗത്ത് ലാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തീപിടുത്തം നടന്നത്. ശരി. അതായത് ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് തീ അണയ്ക്കാനുള്ള ശ്രമം. മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ഉണ്ട്. നമ്മുടെ പൊന്നൂര്, അതേപോലെ പത്തനാപുരം, അതേപോലെ കൊട്ടാരക്കര ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഉണ്ടായത് ഏകദേശം ഒരു രാത്രി ഒരു 7 മണി സമയത്താണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ തീ ഇവിടെ കാറ്റുള്ളത് കൊണ്ട് നിയന്ത്രണ വിധേയമല്ല. അതുകൊണ്ട് കാറ്റടിക്കുന്നതിനനുസരിച്ച് തീ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. അതുതന്നെയാണ് നമ്മളോട് സംസാരിച്ചത് തെന്മല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് കണ്ണൻ നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം തെന്മലയിലാണ് ഒറ്റക്കൽ പാറക്കടവിന് സമീപത്ത് തീപിടുത്തമുണ്ടായി. വൈകിട്ട് 7 മണിയോടെ ഉണ്ടായ തീപിടുത്തമാണ്. കാറ്റ് ശക്തിയായി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. എന്നാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആളപായമില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. പൂട്ടിക്കിടന്നിരുന്ന ഒരു റിസോർട്ടിന് സമീപത്താണ് ഒരു വലിയ തോട്ടമാണ്, അതായത് ഉപയോഗശൂന്യമായ ഒരു സ്ഥലമാണ് കത്തി നശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.